ബഹുമാനപ്പെട്ട ശ്രീനാഥനെ ഏറ്റവും സ്നേഹത്തോടുകൂടി നമ്മുടെ സമൂഹത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ചില ദിവസം വിളിച്ചിട്ടാണ് പറഞ്ഞു നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു യൂത്തിൻ്റെ മീറ്റിംഗ് നടത്തണമെന്ന്. അതിന് നമുക്ക് ഡേറ്റ് എല്ലാവർക്കും നന്ദിയുണ്ട്. പിന്നെന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ ഏകദേശം കുറേ വർഷങ്ങളുടെ പരിചയമുണ്ട്. 2010 ഞാൻ കാഞ്ഞിരപ്പള്ളിയിലായിരിക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ആദ്യമായിട്ട് ശാലോടിയിലേക്ക് ആരാധന നടത്തിയത്. അതുമാത്രമല്ല, ഞങ്ങൾ അംഗങ്ങളാണ്. അച്ഛൻ്റെ അനിയൻ എൻ്റെ സഭയിലാണ്. 2 വർഷം കഴിഞ്ഞ് പട്ടം കിട്ടി ഞങ്ങളൊപ്പം ഉണ്ടാകും. ആളും അച്ഛനെ പോലെ ഒരു മ്യൂസീഷ്യൻ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ സമൂഹത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടി ഏറ്റവും ആത്മാർത്ഥത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇനി അച്ഛനെ ഞങ്ങൾ ഒപ്പം അച്ഛനെ ഇവിടെ കൊണ്ടുവന്ന 2 പേരുണ്ട്. ഒത്തിരി ട്രാഫിക്കിനിടയിലൂടെയും പ്രത്യേകമായിട്ട് പണിയെടുക്കുന്നതിൽ അച്ഛനെ ഇവിടെ കൊണ്ടുവരുവാനുള്ള മനസ്സ് കാണിച്ചതിന് നന്ദിയോടെ ഓർക്കുന്നു. ഇന്നത്തെ കുർബാന പ്രത്യേകമായി പ്രാർത്ഥിക്കുക. എടുക്കുന്നത് അനീഷിനും അമലയ്ക്കും വേണ്ടിയാണ്. ദൈവം അനുഗ്രഹിച്ച ഒരു കുഞ്ഞു വാവ ഉണ്ടായി അതിൻ്റെ നന്ദിയായിട്ടാണ് ഈ വിശുദ്ധ കുർബാന പ്രാർത്ഥിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും നമുക്ക് അൾത്താരയിലേക്ക് കൊടുക്കാം. ഈ അൾത്താരയിൽ പരിഹരിക്കപ്പെടാത്തതായ യാതൊന്നുമില്ലെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ ഒറ്റയ്ക്കല്ലേ കൈകടക്കുന്നത്. എല്ലാ വിശുദ്ധരും മാലാഖമാരും സ്വർഗവാസികളും സ്വർഗത്തിലെ ഗായികവർക്കൊക്കെ നമ്മളോടൊപ്പം ഉപവാസികളുണ്ട്, ശുദ്ധീകരണ സ്ഥലത്തുള്ളവരുണ്ട്, സ്വർഗവാസികളെല്ലാവരും അങ്ങനെ ഒരു ചിന്തയോടെ ഓരോ കുർബാന അർപ്പിക്കാൻ എല്ലാവരും നമ്മുടെ കൂടെ പാടുകയാണ്. യൂക്കറിസ്റ്റിക് സെലിബ്രേഷൻ എന്ന് പറയുന്നത് സെലിബ്രേഷൻ. വി ആർ സെലിബ്രേറ്റിംഗ് ത്രൂ സോങ്സ്, പ്രേയേഴ്സ്. അപ്പോൾ അങ്ങനെ വേണം. അറിയാവുന്ന പാട്ടുകളോടൊപ്പം പ്രാർത്ഥനകൾക്ക് ഉത്തരം കൊടുക്കണം. ഈശോയെ നമ്മൾ ആരാധിക്കുകയാണ്. കൃതജ്ഞതാബലിയാണ്, പാപപരിഹാര ബലിയാണ്. നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും പ്രിയപ്പെട്ടവരെയും പഠനം, ജോലി, എല്ലാ മേഖലകളെയും സമർപ്പിച്ചുകൊണ്ട് ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് ബലിയർപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ Shall we
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഞങ്ങളെ തൃക്കൺപാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രന്റെ രക്ഷാരഹസ്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ വഴി തിരുസഭയുടെ തുടരുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ ദിവ്യ രഹസ്യങ്ങളുടെ പരികരണത്തിന് ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ എന്നേക്കും. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നതിനും ആത്മാക്കളെ രക്ഷിക്കുന്നതിനും ജീവനെ പരിപാലിക്കുന്നതിനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധന
പരിശുദ്ധരിൽ സമൃദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും സുഖ്യനും ബലവാനും അമൃതനുമായ കർത്താവേ, ഞങ്ങളുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ സഹോദരി, നിങ്ങളിന്ന് ശ്രദ്ധയോടെ ശ്രമിക്കും. രണ്ടാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും പൂർണ്ണമായി. ദൈവം തന്റെ ജോലി 7-ാം ദിവസം പൂർത്തിയാക്കി. താൻ തുടങ്ങിയ പ്രവൃത്തികളിൽ നിന്ന് വിരമിച്ച് 7-ാം ദിവസം അവിടുന്ന് വിശ്രമിച്ചു. സൃഷ്ടികർമ്മം പൂർത്തിയാക്കി തന്റെ പ്രവൃത്തികളിൽ നിന്ന് വിശ്രമിച്ച് 7-ാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി. ഇതാണ് ആകാശത്തിന്റെയും ഭൂമിയുടെയും ഉൽപ്പത്തി ചരിത്രം. ദൈവമായ കർത്താവ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച നാളിൽ ഭൂമിയിൽ പുല്ലോ ചെടിയോ മുളച്ചിരുന്നില്ല. കാരണം അവിടുന്ന് ഭൂമിയിൽ മഴ പെയ്ച്ചിരുന്നില്ല. കൃഷി ചെയ്യാൻ മനുഷ്യനും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഭൂമിയിൽ നിന്ന് ഒരു മൂടൽമഞ്ഞ് ഉയർന്ന് ഭൂതലമെല്ലാം നനച്ചു. ദൈവമായ കർത്താവ് ഭൂമിയിലേക്ക് കൂടിക്കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് വിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. അവിടുന്ന് കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി. താൻ രൂപം കൊടുത്ത മനുഷ്യനെ അവിടെ താമസിപ്പിച്ചു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധ്യസ്ഥനും ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമറിയുന്നതിനും നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്റെ സഹോദരരെ, അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ വായന 2-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. പന്തക്കുസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്ന പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ താന്താങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷാവലിമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ആകാശത്തിന് കീഴിലുള്ള സകല ജനപദങ്ങളിൽ നിന്ന് വന്ന ഭക്തരായ യഹൂദർ ജെറുസലേമിൽ ഉണ്ടായിരുന്നു. ആരോഗ്യമുണ്ടായപ്പോൾ ജനം ഒരുമിച്ച് കൂടുകയും തങ്ങൾ ഓരോരുത്തരുടെയും ഭാഷകളിൽ അപ്പസ്തോലന്മാർ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. അവർ വിസ്മയഭരിതരായി പറഞ്ഞു, ഈ സംസാരിക്കുന്നവരെല്ലാവരും ഗലീലിയരല്ലേ? നാം എല്ലാവരും താങ്കളുടെ മാതൃഭാഷയിൽ ശ്രമിക്കുന്നതെങ്ങനെ? പാർത്തിയാക്കാരും മേദിയാക്കരും എലാമിയക്കാരും മെസൊപ്പൊത്താമിയ നിവാസികളും യൂദയായിലും കപ്പദോക്യയിലും പോന്തസിലും ഏഷ്യയിലും താമസിക്കുന്നവരും ഫ്രീജിയയിലും പാംഫീലിയയിലും ഈജിപ്തിലും കിറേനയുടെ ലിബിയ പ്രദേശങ്ങളിലും നിവസിക്കുന്നവരും റോമായിൽ നിന്നുള്ള സന്ദർശകരും യഹൂദരും യഹൂദമതം സ്വീകരിച്ചവരും ക്രേത്യരും അറേബ്യരുമായ നാമെല്ലാം ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ ഇവർ വിവരിക്കുന്നത് നമ്മുടെ മാതൃഭാഷകളും കേൾക്കുന്നല്ലോ. ഇതിന്റെ എല്ലാം അർത്ഥം എന്താണ് എന്ന് പരസ്പരം ചോദിച്ചുകൊണ്ട് എല്ലാവരും വിസ്മയിക്കുകയും പരിഭ്രമിക്കുകയും ചെയ്തു. എന്നാൽ മറ്റു ചിലർ പരിഹസിച്ച് പറഞ്ഞു, മുതുവീഞ്ഞ് കുടിച്ച് അവർക്ക് ലഹരി പിടിച്ചിരിക്കുകയാണ്. എന്നാൽ പത്രോസ് മറ്റു 11 പേരോടുമൊപ്പം എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ അവരോട് പറഞ്ഞു, യഹൂദജനങ്ങളെ, ജെറുസലേമിൽ വസിക്കുന്നവരെ, ഇത് മനസ്സിലാക്കുവേൻ. എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുവേൻ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. കാരണം ഇപ്പോൾ ദിവസത്തിന്റെ 3-ാം മണിക്കൂറല്ലേ ആയിട്ടുള്ളൂ. മറിച്ച് ജോയൽ പ്രവാചകൻ പറഞ്ഞതാണ്, ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. അവർ പ്രവചിക്കുകയും ചെയ്യും. ആകാശത്തിൽ അത്ഭുതങ്ങളും ഭൂമിയിൽ അടയാളങ്ങളും ഞാൻ കാണിക്കും. രക്തവും അഗ്നിയും ധൂമപടലവും കർത്താവിന്റെ മഹനീയവും പ്രകാശപൂർണവുമായ ദിനം വരുന്നത്
അഗ്നിയായും ചന്ദ്രൻ രക്തമായും മാറും. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. സമാധാനത്തോടുകൂടെ പരിശുദ്ധ സുവിശേഷം ആഴ്ചയിലെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥകടച്ചിരിക്കുകയും ഈശോ വന്ന് അവരുടെ മധ്യത്തിൽ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ഈശോ തന്റെ കൈകളും വിലാപും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. ഈശോ വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ച പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ വിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. പ്രിയമുള്ളവരെ, ഒരുപാട് സന്തോഷം ഇവിടെ നിൽക്കുമ്പോൾ പ്രിയപ്പെട്ട ജോയിനെ വളരെ സ്നേഹത്തോടുകൂടെ ഓർക്കുകയാണ്. പറഞ്ഞതുപോലെ വർഷങ്ങളുടെ ഞങ്ങൾക്കൊരു പരിചയം ബന്ധവും ഉണ്ട്. അച്ഛനിങ്ങനെ ഇടയ്ക്ക് എന്നോട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയുമായിരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും മറ്റൊരു പ്രോഗ്രാമിൽ കൊടുത്ത് ഡേറ്റ് ക്യാൻസൽ ചെയ്തിട്ടാണ് ഞാൻ ഈ വീക്കെൻഡിൽ ഇങ്ങനെ മാറ്റി വെച്ചത്. കൊളോണിയിൽ ഒരു 3 ദിവസത്തെ റെസിഡൻഷ്യൽ റിട്രീറ്റ് നടക്കുന്നതാണ്. ഞാൻ കൊളോണിയിൽ എപ്പോഴും എല്ലാ മാസവും ഞാൻ പോകുന്നതുകൊണ്ട് മിക്കവാറും എല്ലാ മാസവും ഒരിക്കലും അവർ ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ പോകാത്ത സ്ഥലത്തേക്ക് പോകട്ടെ എന്ന് പറഞ്ഞാണ് ഇതിൻ്റെ അടുത്തേക്ക് വരാൻ സാധിച്ചത്. അതൊരു വലിയ ഒരു സന്തോഷമായിട്ട് എനിക്ക് തോന്നുന്നു. നിങ്ങൾ എത്ര ഭംഗിയായിട്ടാണ് ഒരു ഇടവകയുടെ നല്ല സെറ്റപ്പിലേക്ക് നിങ്ങൾ വളർന്നിരിക്കുകയാണ്. നിങ്ങൾ വന്നിട്ട് വളരെ കുറച്ച് നാളുകളെ എടുത്ത നിങ്ങളായപ്പോഴെങ്കിലും ഇത്രയും നാളുകൾക്കുള്ളിൽ നിങ്ങളുടെ ഒരു കൂട്ടായ ഒരു ബന്ധവും സ്നേഹവും വളരെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇത് ഈ ബന്ധം കുറയാതിരിക്കട്ടെ. ഇപ്പം നിങ്ങൾ കുറച്ച് ആവശ്യങ്ങളും ബുദ്ധിമുട്ടുകളുണ്ട്. നിങ്ങൾ സെറ്റിൽഡ് ആകുമ്പോൾ ഈ ബന്ധം പോകരുത്. നമുക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും നീറിലും പുകയിലും ഒക്കെ ഉള്ളപ്പോഴാണ് കൂടുതലായിട്ട് നമ്മളിങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ പറഞ്ഞ പോലെ അപ്പോൾ എല്ലാം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ദൈവത്തെയും ഈ കമ്മ്യൂണിറ്റിയെ നമ്മൾ മറക്കരുതെന്നാണ് നമ്മൾ പറയാനുള്ളത്. എപ്പോഴും ഇങ്ങനൊരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി എന്നതൊരു അനുഭവമാണ്. എന്തുകൊണ്ട് ഇന്ന് പെന്തക്കോസ്ത് തിരുനാളാണ് നമുക്കറിയാം. ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ ഒരു കമ്മ്യൂണിറ്റി തുടങ്ങുമ്പോൾ സഭ ഒഫീഷ്യലായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ട സമയമാണ് പെന്തക്കോസ്ത്. നമുക്കറിയാം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചപ്പോഴാണ് ശിഷ്യന്മാർക്ക് ഈശോ ആരാണെന്ന് മനസ്സിലായത്. എനിക്ക് എപ്പോഴും തോന്നുന്നു ഈ ദുർമരണം എന്ന് പറയുന്നത് വിഷം കുടിച്ച് മരിക്കുന്നതോ തൂങ്ങി മരിക്കുന്നതോ ആത്മഹത്യ ചെയ്യുന്നതോ അല്ല. ഉദാഹരണം, എൻ്റെ വീട്ടിലാണെങ്കിൽ ആത്മഹത്യ ചെയ്താൽ ദുർമരണമാണ്, തെറ്റാണ്.
ദുർമരണം എന്ന് പറയുന്നത് ഒരു വ്യക്തി ഈശോയെ അറിയാതെ മരിക്കുന്നതിൻ്റെ പേരാണ് ദുർമരണം. പെന്തക്കോസ്ത അന്ന് അവർക്ക് ആത്മാവിനെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ശിഷ്യന്മാർ ഈശോയെ അറിയാതെ മരിച്ചു പോയത്. ഈശോയെ അറിയാതെ മരിച്ച ഒരാൾ യൂദാസാണ്. ഈശോയെ ശരിക്കും മനസ്സിലായില്ല. പെന്തക്കോസ്ത കൂടി വെയിറ്റ് ചെയ്തെങ്കിൽ യൂദാസിന് ശരിക്കും മനസ്സിലായി. അവൻ കുറ്റബോധത്തിൽ അവൻ്റെ ജീവിതം ഒതുക്കുകയാണ് ചെയ്തത്. പറഞ്ഞ പോലെയാണ് പെന്തക്കോസ്ത നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു വലിയൊരു അനുഭവമാണ്, ഒരു അനുഗ്രഹമാണ്. ഞാൻ ഈ അടുത്തൊക്കെ ചെയ്ത വീഡിയോകളൊക്കെ ഞാൻ ഇതിനെപ്പറ്റി പറയാറുണ്ട്. ഡിവൈൻ സോഫ്റ്റ്വെയർ പോലെയാണ് പരിശുദ്ധാത്മാവെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഫോണുകളിൽ അല്ലെ ഇൻസ്റ്റഗ്രാമിൻ്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. യൂട്യൂബിൻ്റെ സോഫ്റ്റ്വെയർ ഉള്ളതുകൊണ്ടാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവ് ഒരു ഡിവൈൻ സോഫ്റ്റ്വെയർ പോലെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ട ദിവസമാണ് പെന്തക്കോസ്ത. അപ്പോഴാണ് ഈശോ പറഞ്ഞതെല്ലാം മനസ്സിലായത്. നമ്മൾ ചില നമ്മുടെ കമ്പ്യൂട്ടറിൽ മലയാളം ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് പോസ്റ്റ് ചെയ്യണമെങ്കിൽ കുറുവഴികളിൽ ഗൂഗിൾ എഴുത്തുപോലെ അങ്ങനെയെങ്കിൽ ഒരു നല്ല പ്രൊഫഷണൽ ഫോണ്ടുകൾ മാറ്റി കിട്ടണമെങ്കിൽ മലയാളം ഫോണ്ട് ഇൻസെർട്ട് ചെയ്യാൻ നമുക്ക് കൃത്യമായിട്ട് മലയാളം എഴുതാൻ പറ്റില്ല. അപ്പോൾ ഫോണ്ടിലേക്ക് നമ്മൾ അടിക്കുന്ന വേറെ വേറെ പല വാക്കുകളും എഴുതുന്നത് സെയിം. ദൈവികമായ ഒരു സോഫ്റ്റ്വെയർ പോലെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയായി നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ്, ഇടപെടുമ്പോഴാണ് ഈശോ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് വലിയൊരു അനുഭവമാണ്, ഒരു അനുഗ്രഹമാണ്. പെന്തക്കോസ്ത ദിനം ശിഷ്യന്മാർക്ക് കിട്ടിയത് അവരൊരു അനുഗ്രഹമാണ്. ഈശോയെ ശരിക്കും അവർക്ക് മനസ്സിലായി. റിലേ പോയതാണ് പെന്തക്കോസ്ത. താങ്ങാൻ പറ്റാത്തൊരു സന്തോഷം. നമ്മൾ ഉദ്ദേശിച്ച ആളുകളുടെ കർത്താവ് എന്തൊരു സ്നേഹമാണ് അവർക്ക് നമ്മളോട് നമുക്ക് ഓർത്തിട്ട് ഇങ്ങനെ മാറിട്ട് കരഞ്ഞ് ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയാണ് പെന്തക്കോസ്ത. പെന്തക്കോസ്തയെ പറ്റി മറ്റൊരു ചിന്ത, പെന്തക്കോസ്ത ഒരു ലഹരിയുടെ ഒരു ഹോൾസെയിൽ വിൽപ്പന ദിവസമാണ്. അന്ന് അവർക്കെല്ലാം അവരെല്ലാം ലഹരി പിടിച്ചവരെന്നാണ് പറയുന്നത്. സത്യത്തിൽ ലഹരി നിങ്ങളുടെ ഈ പ്രായത്തിൽ പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു ലഹരി വേണം. ലഹരി ഇല്ലാത്ത ജീവിതം ഉണക്ക ജീവിതമാണ്. പണ്ട് കാരണന്മാർ പറയും കഴിക്കുമ്പോൾ നല്ല സാധനം കഴിക്കണം. ആത്മീയത നമ്മൾ പറയുന്നത് എത്രയാണ്? ലഹരി വേണം, ഏറ്റവും നല്ല ലഹരിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നതാണ്. എബൈഡ് എന്നൊരു ധ്യാനത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ അത് കൂടിയിട്ടുള്ളൊരു കൂട്ടത്തിൽ പകരമായിരിക്കും. എബൈഡ് എന്ന 100ാമത്തെ എബൈഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ. അത് തുടങ്ങിയത് ഞാനുള്ള സമയത്താണ്. 5 എബൈഡ് തുടങ്ങിയിട്ടാണ് ഞാൻ യൂറോപ്പിലേക്ക് പോകുന്നത്. അതിൽ 1, 2, 3, 4 നടക്കുമ്പോഴാണ് 2500ഓളം യുവജനങ്ങൾ പങ്കെടുക്കുന്ന എബൈഡിൽ ആരാധനയാണ്. 5 ചെറുപ്പക്കാർ ആൾക്കാരിലേക്ക് കയറിയത്. അവരുടെ കയ്യിൽ പുതിയ അവരെ പുതിയ ആൾക്കാരെ മുമ്പിൽ വെച്ചു എന്നോട് പറഞ്ഞൊരു കാര്യം പറഞ്ഞിട്ട് ചോദിച്ചു. ഓക്കെ, മൈക്ക് മേടിച്ചവർ പറഞ്ഞു, ഈ നാട്ടിൽ കിട്ടാവുന്ന എല്ലാത്തരം ലഹരി വസ്തുക്കൾ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ധ്യാനത്തിന് വന്നപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുവന്നതിൻ്റെ ബാക്കിയാണ് കഴിക്കുന്നത്. അവർ പറയാം, ഇന്ന് ഈ ആൾക്കാരെ ആരാധനയിൽ പങ്കെടുത്തപ്പോൾ ജീവിതത്തിൽ ഇതുവരെയും കിട്ടാത്ത ഒരു ലഹരി ഞങ്ങൾക്ക് കിട്ടി. അതുകൊണ്ട് താഴ്ന്ന തരം ലഹരി ഉപയോഗിക്കണമെന്ന് തീരുമാനിച്ചു. റിയൽ കൺവേർഷൻ എന്ന് പറഞ്ഞതാണ്. ഒരു മേൽത്തരം ലഹരി കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ താഴ്ന്ന തരം ലഹരി വേണ്ടെന്ന് വെക്കുന്നതാണ് കൺവേർഷൻ. അല്ലാത്തവരെല്ലാം പഴയ ലഹരിയിലേക്ക് പോകും. ഇതിനോട് പറയാനുള്ളത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ശക്തമായിട്ട് പ്രവർത്തിക്കുമ്പോൾ നമുക്കൊരു ലഹരി ഉള്ളവർക്ക് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഞാനെന്തോ കഴിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞാനിങ്ങനെയുള്ള എല്ലാ വീക്കിലും ഏതൊരു രാജ്യത്താണ് ശുശ്രൂഷകൾ. അത് എത്ര മണിക്കൂർ കഴിഞ്ഞാൽ ഇങ്ങനെ അമേരിക്കയുടെ ഉള്ളിൽ എന്തോ ഒരു ലഹരി കുറയ്ക്കുന്നത് തോന്നുന്നു. ഒരു കിക്കടിക്കാൻ വേണമെന്നോ അങ്ങനെ ഒരു കരയ്ക്കൊരു അടിയൊക്കെ പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഇരിക്കുന്നത് തോന്നിയിട്ടുണ്ട്. സത്യത്തിൽ പരിശുദ്ധാത്മാവ് ഒരു ലഹരിയാണ്. ഈശോ പറഞ്ഞ നിങ്ങൾ അനാഥരായി അനാഥരായി വിടുകയാണ്. ഇതിനർത്ഥം ഞാൻ ക്ഷേത്രങ്ങൾ അനാഥരായി വിടുകയെന്ന് പറയുന്നത് അത് പൗലോസ്ലീഹ ലേഖനത്തിലുണ്ട്. യേശു കർത്താവാണെന്ന് പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ഒരാൾക്ക് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സഹായം ഇല്ലാത്ത ഒരാൾക്ക് യേശു കർത്താവാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. വീണ്ടും പറയാണ് റോമാലേഖനത്തിൽ, ദൈവത്തെ പിതാവേ എന്ന് വിളിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. നോക്കിക്കേ, പരിശുദ്ധാത്മാവ് ഇല്ലാത്തവന് ഈശോ രക്ഷകനായിട്ടില്ല, കർത്താവായിട്ടില്ല, ദൈവം അപ്പനായിട്ടില്ല. അതാണ് അനാഥത്വം.
ഇടുന്നുണ്ടോ? അതുകൊണ്ടാണ് ദൈവിക കാര്യങ്ങൾ പറഞ്ഞ പലരും തല കയറാത്തതിന് കാരണമാണ് ഈ ഡിവൈൻ സോഫ്റ്റ്വെയർ മുടങ്ങിയത്. മാമോദീസകൾ നമുക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. പക്ഷെ പാപം ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ ആക്സസ് നിന്ന് പോകും. നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചില സത്യം അറിഞ്ഞ് നമുക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യമാണ് ആത്മീയ വിഷയം. ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിൽ ഞാൻ ഒരിക്കലും ധ്യാനം നടത്തുമ്പോൾ വെള്ളിയാഴ്ച ആന്തരിക സൗഖ്യ ധ്യാനമാണ്. ആ ബാച്ചിൽ ഒരു 10 സിസ്റ്റേഴ്സ് ധ്യാനിക്കുന്നുണ്ടായിരുന്നു. ഡയറക്ടർ ആദ്യത്തെ പ്രോഗ്രാമിൽ പേരോട് ഈ ബാച്ചിൽ 10 സിസ്റ്റേഴ്സ് ഉണ്ട്. അതിൽ 3 പേര് ഫുൾ ടൈം വർത്തമാനമാണ്. ഇവിടെ ബിനോദസിൻ്റെ ടോക്ക് കഴിയുമ്പോഴേക്കും ഇതിനൊരു തീരുമാനമാണ്. ഞാൻ എൻ്റെ ടോക്കിനെ ശ്രദ്ധിച്ചു. അച്ഛൻ പറഞ്ഞ ഡോക്ടറാണ് 3 പേര് ഫുൾ ടൈം വർത്തമാനമാണ്. ഞാൻ ഏത് കോൺഗ്രേഷനാണ് വർത്തമാനം പറയാൻ ഞാൻ എൻ്റെ ടോക്ക് കഴിഞ്ഞ വഴി എൻ്റെ കൂടെയുള്ള ബ്രദറിനോട് പറഞ്ഞു, ആ സ്റ്റേജിനോട് എല്ലാവരും എൻ്റെ മുറിയിലേക്ക് വരാൻ പറയാൻ. ഞാൻ മുറിയിലേക്ക് നല്ലൊരു ഉപദേശം കൊടുക്കണമെന്ന് ഓർത്തിരിക്കുകയാണ്. അപ്പോൾ എന്നോട് നോക്കിയപ്പോൾ അവർ ചിരിച്ച് കൂളായിട്ട് വരും. ഭയങ്കര സന്തോഷമൊന്നുമില്ലേ? ഞാൻ ഇത്രയും ഒത്തിരി മഴയുണ്ട്. ഞാൻ വന്ന വഴി നിങ്ങൾ ഏത് കോൺഗ്രിഗേഷൻ ഒരു കോൺഗ്രിഗേഷൻ അത് ആദ്യമായിട്ടാണോ നിങ്ങളൊരു കരിസ്മാറ്റിക് ധ്യാനം കൂടുന്നത്? അല്ല ഫാദർ ഇടയ്ക്കിടയ്ക്ക് കൂടാറുണ്ടോ? ഇത് നിങ്ങളുടെ പണിഷ്മെന്റ് ധ്യാനമാണോ? അല്ല ഫാദർ വാർഷിക ധ്യാനമാണോ? എന്നിട്ട് നിങ്ങൾ 2-3 പേര് ഫുൾ ടൈം എന്ന് വർത്തമാനം പറയുമ്പോൾ അതാണ് കാര്യം. ഞങ്ങളുടെ കൂടെയുള്ള ഈ സിസ്റ്റർ നോർത്ത് ഇന്ത്യക്കാരിയാണ്. അച്ഛൻ പറഞ്ഞ ഒരു കോയിന് പോലും കഷ്ടപ്പെടാതിരിക്കും ലൈവ് ട്രാൻസ്ലേഷൻ. അപ്പം എനിക്ക് മനസ്സിലായി വെളിപാട് കിട്ടാൻ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. തലക്കൊരു അടിയേറ്റി പോയിരിക്കുന്നു. നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി എന്ത് പറയാം? ഇതാണ് വെളിപാട്. സത്യം നിങ്ങളെ സ്വന്തരാക്കുന്ന വചനത്തിൻ്റെ അർത്ഥം മനസ്സിലായത്. അപ്പോൾ ഇപ്പം ഞാൻ എനിക്ക് മാത്രമേ വെളിപാട് കൊണ്ട് മറ്റുള്ളവരുടെ വെളിപാട് കിട്ടാതെ ഞാനും കൂടി അപ്പത്തിരിക്കാൻ ഞാൻ ഓടി ഡയറക്ടറെ വിളിച്ചു. ബഹുമാനപ്പെട്ട ഡയറക്ടർ, ഇപ്പോൾ ഈ ധ്യാനകേന്ദ്രത്തിൽ 2 പുത്രന്മാരാണ്. ബാക്കിയുള്ളവർ കുറച്ചുകൂടി ബോധമെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞത് പുണ്യഭാഗം ചിരിക്കണം. ഇതാണ് വെളിപാട്. സത്യത്തിൽ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കി പറഞ്ഞതാണ്. ആത്മാവാണ് സത്യം. നമ്മുടെ ജീവിതം നമ്മൾ പലരും ചിന്തിക്കുന്നതൊന്നും അത്ര ചെയ്യുന്നതല്ല. കഥയൊന്നും കണ്ടത് നമ്മളിങ്ങനെ വെറുതെ കുറേ കാര്യങ്ങൾ ആലോചിച്ച് കൂട്ടി ചിന്തിച്ചിരിക്കുകയാണ്. അല്ലെ, പല കാര്യങ്ങളെ പറ്റി നമുക്ക് പല തെറ്റിദ്ധാരണകളുണ്ട്. അതൊരു ചേച്ചി കണ്ടിട്ടില്ല, വികാരിച്ചിട്ട് സംസാരിക്കുമ്പോൾ കുമ്പസാരത്തിൽ പറഞ്ഞ അഹങ്കാരം എന്തിനാണ് അഹങ്കാരം? കുമ്പസാര രഹസ്യമല്ല, കഥയറിയേണ്ടമായി. അപ്പൊ ചേച്ചി പറഞ്ഞ എൻ്റെ സൗന്ദര്യത്തിനാണ് എനിക്ക് അഹങ്കാരം. അപ്പൊ ചെറിയൊരിടയിൽ വികാരിച്ചതിന് ഓർക്കുന്നത് ആരാണ്? ഞാനറിയാത്ത സിനിമാകളിൽ വരുന്നത് ഇത്രയും അഹങ്കരിക്കുന്ന മാത്രം സൗന്ദര്യം. അപ്പോൾ വികാരിച്ചതിന് യൂണിവേഴ്സിറ്റിയായി ഇങ്ങനെ ഈ കുമ്പസാരം കൂടെ ഒരു കറക്റ്റ് കിടക്കുന്നത് പുള്ളി പതുക്കെ അതിന് ഒന്നമായിട്ടാണ് ചെയ്യുന്നത്. പുള്ളി യൂണിവേഴ്സിറ്റി കൂടിയിട്ട് പുള്ളി കറക്റ്റ് ഇങ്ങനെ മാറ്റിയിട്ട് നോക്കി ഉടനെ അടച്ചിട്ട് പറഞ്ഞു, പേടിക്കണ്ട, തെറ്റിദ്ധാരണ പാപമാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കിങ്ങനെ ചിലപ്പോൾ തെറ്റിദ്ധാരണ നമ്മളെന്തോ ആണ്. ചില ആൾക്കാർ നടത്തിപ്പെട്ട് കിടന്നു കാർബൺ ഡയോക്സൈഡ് ഓക്സിജനൊക്കെ അവരുടെ കുടുംബസുഖമാണ്. ചിരിക്കുകയില്ല, മിണ്ടുകയില്ല, ശ്വാസം എടുക്കുകയില്ല, ഇങ്ങനെ നടപ്പാണ്. എന്തോ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അതിൽ സത്യമാണ്, ആത്മാവാണ് നമ്മളെ സ്വന്തരാക്കുന്നത്. ഹല്ലേലൂയ. ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. പരിശുദ്ധാത്മാവ് സഹായിക്കാനാണ് എന്ന് പറയുമ്പോൾ ഞാനൊരു സംഭവത്തിലാണ്. ഇറ്റലിയിൽ ത്രേവിസോ എന്ന സ്ഥലത്തൊരു ധ്യാനം നടക്കണം. ഞാൻ ഫാമിലിയുടെ കൂടെ ഇങ്ങനെ പോവാം. വഴി കൂടെ പോകുന്ന സമയത്ത് എനിക്ക് കാപ്പി കുടിക്കുന്ന സ്ഥലത്ത് ഇറങ്ങി തിരിച്ച് കയറി. അപ്പം ഞാൻ വണ്ടി ഓടിക്കുന്ന കയറി. ഡെന്നിസിനോട് ചോദിച്ചു, ഡെന്നിസിന് വെള്ളമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ലേ സാർ, അറിയത്തില്ല. എപ്പോൾ മേടിച്ചിട്ടുണ്ട്? പെട്ടെന്ന് ഇറങ്ങി പോയി. അപ്പോൾ ഈ കട സൂപ്പർ മാർക്കറ്റേക്കുള്ള ദൂരെയാണ്. പെട്ടെന്ന് ഞാൻ ഓർത്തു ഞാൻ ധ്യാനത്തിന് പോകുന്നതാണ്. ചേട്ടൻ ഈ തണുത്ത വെള്ളം, ഫ്രിഡ്ജിലിരിക്കുന്ന വെള്ളം മേടിച്ചതിന് തുറന്നു. ഫ്രിഡ്ജിലിരിക്കാത്ത വെള്ളം മേടിക്കണം പറയണം. വിളിച്ച് പറയുമ്പോൾ ഇവിടെ ഫോണോടിരിക്കുക. ചെന്ന് പറയാൻ നോക്കിയാൽ ചെല്ലുമ്പോഴേക്കും ആള് പോവും. അപ്പം ഞാൻ ഓർത്തു പരിശുദ്ധാത്മാവ് സഹായിക്കാനാണ്. നമ്മൾ പരിശുദ്ധാത്മാവ് എല്ലാവരും ഫ്രീ. ഞാനൊരു കാര്യം പറയുന്നത്, ഒന്ന് ഡെല്ലിസേനോട് പറയണം, തണുപ്പില്ലാതെ നമ്മൾ കഴിയണം.
ഞാനത് പറയുന്ന എൻ്റെ ഉള്ളിൽ തന്നെ പരിശുദ്ധാത്മാവിനെ തോന്നിപ്പിക്കുകയാണ്. ഇത് നടക്കുമെന്ന് ഉറപ്പുണ്ട്. എങ്കിൽ പുറകിലിരിക്കുന്ന ഡെന്നിസിൻ്റെ ഭാര്യ ശൈലജയിൽ പറയുന്ന ഒരു കാര്യം പ്രാർത്ഥിച്ചിട്ട് ഇപ്പോൾ കാണാമെന്ന് പറഞ്ഞു. എനിക്ക് ഓക്കെ ആയിട്ടില്ലേ? ഞാൻ പറഞ്ഞു ശൈലജി, ഞാൻ പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പറഞ്ഞത് ഇപ്പോൾ കാണാം. മ്യൂസിക്കും ആളിനെ നോക്കിയിരിക്കുക. അപ്പോൾ ഡെന്നിസിൻ്റെ അവിടെ നിന്ന് നടന്നു വരാം. ദൂരെ എത്തിയിട്ട് ശൈലജി ചോദിക്കുക, അതെ എന്ത് വെള്ളം മേടിച്ചു? ഡെന്നിസിന് പറഞ്ഞു തണുപ്പില്ലാത്ത കഴിവ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് സഹായങ്ങളാണെന്ന് പറയുന്നത് ചോദിക്കണം, ഹെൽപ്പ് ചോദിക്കണം. റോമിലെ ഞങ്ങളൊരു അച്ഛൻ പറഞ്ഞ് ടെക്ക് ചെയ്യാനുള്ള ഒരാളാണ്. ഓൺലൈൻ കാര്യങ്ങളിൽ കൂടി വളരെ അറിയാം. പുരുഷനാളിൽ കൂടി വളരെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. 2 മണിക്കൂറായിട്ട് പുള്ളി ഓൺലൈൻ ഐറിഷ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ നോക്കി. ഒന്നും നടക്കുന്നില്ല. ഫസ്റ്റ് പേജിൽ സ്റ്റെക്കായി നിൽക്കണം. ഞാൻ ഇതാണ് പ്രശ്നം. ശരിയല്ലോ, ഞാൻ ആ ലാപ്ടോപ്പ് മേടിച്ചു. നമ്മുടെ പരിശുദ്ധാത്മാവ് എന്താണെന്ന് നോക്കുമ്പോൾ പറയുന്നു. ഞാനിങ്ങനെ താഴോട്ട് നോക്കുമ്പോൾ താഴെ ഒരു ചെറിയ ബോക്സ് ഉണ്ട്. നിങ്ങളുടെ ഫസ്റ്റ് ചിലപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്തിട്ട് എഴുതിയാലാണ് അടുത്ത പേജിലേക്ക് പോകുന്നത്. ഈ കത്തനായ 2 മണിക്കൂറായിട്ട് ബോക്സ് കണ്ടില്ല. ഞാൻ 2 മിനിറ്റ് കൊണ്ട് ഈ ബോക്സ് കണ്ടു. ഹല്ലേലൂയ. ഇത്രയേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് നമ്മുടെ ലൈഫിൻ്റെ കാണുമാറ്റം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഈസിയാണ്. ഒരു നിമിഷം നമ്മൾ നടക്കുക. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഈ കൂട്ടുകാരനെ നമ്മൾ മറക്കരുത്. ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. മറ്റുള്ളവരുടെ എങ്ങനെ സംസാരിക്കുന്നത്, തീരുമാനങ്ങൾ എടുക്കണം, എങ്ങനെ പ്രതികരിക്കണം, എന്തുത്തരം കൊടുക്കണം, എങ്ങനെ മിണ്ടാതിരിക്കണം, എങ്ങനെ സ്നേഹിക്കണം. നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത വഴികളിൽ പോലും അവൻ വഴികാട്ടിയായി മാറട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സവത്തോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകട്ടെ എന്ന് അപേക്ഷിക്കാം. കാരുണ്യവാനായ നല്ല ദൈവമേ, വിദൂരങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ആവശ്യമായ നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കാരുണ്യവാനായ നല്ല ദൈവമേ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഗ്രൂപ്പിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിദേശത്തെ യുവജനങ്ങളെ ഈശോയുടെ സ്നേഹത്തിൽ നിലനിൽക്കാനും വളരാനും സഹായിക്കുന്ന നല്ല ആളുകളെ ഈശോയിൽ ഒരു കോർഡിനേറ്ററിനെ നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കാരുണ്യവാനായ നല്ല ദൈവമേ, ഈ പ്രോഗ്രാം നയിക്കുവാൻ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട വിനോദനെയും കൃപകളാൽ നിറയ്ക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കാരുണ്യവാനായ നല്ല ദൈവമേ, ജീവിത പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന യുവജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാൻ അനുഗ്രഹം നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കാരുണ്യവാനായ നല്ല ദൈവമേ, പഠനത്തിനും ജോലിക്കുമായി കടന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ യുവജനങ്ങളുടെയും നിയോഗങ്ങളുടെയും മേൽക്കരുണയായിരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മിശിഹായുടെ സഭ മുഴുവൻ്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ലിയോ 14 പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനും അതിരൂപത അധ്യക്ഷനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മെത്രാപ്പൊലീത്തായെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഒരു നിമിഷം കണ്ണുകളെ വെച്ച് കരങ്ങൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. ബലിവസ്തുക്കൾ ഒരുക്കപ്പെട്ടിരിക്കുന്ന സമയം അപ്പോഴും ഇനിയോടൊപ്പം നമുക്ക് നമ്മെ സമർപ്പിക്കാം. എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും സമർപ്പിക്കാം. എത്ര വേഗമാണ് ഈ ഭൂമിയും ഈശോയുടെ തിരുമാംസരക്തങ്ങളായി മാറുന്നത്. എൻ്റെ ജീവിതത്തെ മാത്രമേ പ്രാർത്ഥിക്കുക. എൻ്റെ മുറിവുകൾ, ദുഃഖങ്ങൾ, ആകുലതകൾ, സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ, പ്രിയപ്പെട്ടവർ, മരണം മൂലം വേർപിരിഞ്ഞു പോയത്, നിങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ, യുവതി യുവാക്കൾ, വൈദികർ, സന്യസ്തർ,
ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി കിട്ടേണ്ട എല്ലാ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സർവ്വത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ എല്ലാവരുടെയും കടങ്ങളുടെയും പാപങ്ങളുടെയും കറകളിൽ കയറട്ടെ. നമ്മുടെ പാപങ്ങളെ മാറ്റി പരിശുദ്ധിക്കുകയും ചെയ്യട്ടെ. Amen.
നഷ്ടപ്പെടുത്താതെ നമ്മൾ സൂക്ഷിക്കണം. അത് നമ്മളിങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി നിൽക്കണം. അതിനുവേണ്ടി ചില ത്യാഗങ്ങൾ ചെയ്യണം. നമ്മുടെ സത്യവിശ്വാസം നമുക്ക് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മരണം വരെ വിശ്വാസിയായി കർത്താവിന് വേണ്ടി ജീവിക്കാൻ മരിക്കാനുള്ള കൃപ കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പാത്രിയാർക്കീസുമാരും യഥാർത്ഥമാരും മെത്രാപ്പൊലിത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഈശോയുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വിട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുകയും ഈശോയുടെ ഹൃദയായി ഇതിൽ നമുക്ക് സഹായത്തിനും രക്ഷിക്കും സ്വർഗ്ഗരാജ്യത്തിൽ നിത്യജീവനും കാണുമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. സഹോദരരെ, കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് ദാനത്തിനെത്താൻ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനത്തിന് സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെ ഈ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, ഈശോയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുകയും നമുക്കെല്ലാവർക്കും അല്ലാത്തോളം സ്ഥിതിയോടുകൂടി കർത്താവിനെ പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ അവരോട് നിന്ന് ഇവിടെ അനുസരിക്കപ്പെടുന്നതിനെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭക്തികരമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോട് കൂടെ. കൃപയും
കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഈ ആരാധനയിൽ സ്വർഗവാസികളുണ്ട്, ഭൂവാസികളുണ്ട്, ക്രോവന്മാരും സാപ്യന്മാരും മുഖ്യദൂതന്മാരും പരിശുദ്ധരും എല്ലാവരും എല്ലാ വിശുദ്ധരോടും ആരാധമാരോടും ചേർന്നാണ് നമ്മുടെ ദൈവത്തെ ആരാധിക്കുന്നത്. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും സാപ്യന്മാരോടും ചേർന്ന് നാഥനായ ദൈവ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നുചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. Amen.
ഈ വിശുദ്ധ ബലിയുടെ എല്ലാ കുറവുകളും അനുദിനങ്ങളിൽ ഞങ്ങൾക്ക് നൽകണമേ എന്ന് അറിയിച്ച് ഹൃദയം വിശ്വാസത്തോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണകൾ ആചരിക്കുന്നു. താനെ കുരിശിൽപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിലപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്കു നൽകിക്കൊണ്ട് ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്നു എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തത് അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ജീവിതങ്ങളെ പങ്കെടുക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചുപോയ ഞങ്ങളെ സമുദ്രിക്കുകയും അതിനായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങളെ ക്ഷമിച്ച് വിശദീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കണ്ണുകളുടെ ചലനങ്ങൾ കൂട്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവന് വേണ്ടി വിശുദ്ധ കുർബാനയെ പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഈശോയാണ് കുർബാനയെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് കുർബാന ഏറ്റവും വേണ്ടി പ്രാർത്ഥനയാകുന്നത്. അക്കാര്യങ്ങളിലേക്ക് കേൾക്കാം. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ ലിയോ പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ മെത്രാപ്പോലീത്തായ്ക്കും ഈ രൂപതയുടെ മെത്രാനും യൂറോപ്പിന്റെ അപ്പസ്തോലിക് വിസിറ്റേറ്റർമാർ സ്റ്റീഫൻ മെത്രാനും പുരോഹിതന്മാർ സംസ്ഥാനമാർ സമർപ്പിതർ അൽമായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും മക്കളുടെയും ബഹുമാനത്തിന് അങ്ങയുടെ സന്നദ്ധയിൽ പ്രതിജനകമായ
നീതിമാന്മാരും വിശുദ്ധരുമായ നാഥന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളുമായ എല്ലാവർക്കും ഞങ്ങളുടെ നാമത്തിൽ വേർതിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശയോടെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ഈ ജനത്തിന് ഞങ്ങളുടെ ഗ്രാസങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ നയിക്കുന്ന ജോയൻസിന് വേണ്ടി ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിട്ടുള്ളവർക്ക് വേണ്ടി അയോഗ്യം പാപിയുമായ എനിക്ക് വേണ്ടി കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്റെ അഭിഷേകത്തിന്റെ ശരീരത്തിനും ഞങ്ങൾ അർപ്പിക്കുന്നു. ഞങ്ങളുടെ നാമനും രക്ഷകരമായ യേശു മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും വൈകുണ്ഠജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കണ്ണുകളടച്ച് കണ്ണുകളെ കൂട്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സത്യമായി ഈ ദിവ്യരഹസ്യങ്ങളിൽ പകർന്നു നൽകുന്ന സമയം ഈ പെന്തക്കോസ്ത് തിരുനാൾ ദിനം പരിശുദ്ധാത്മാവെ ഞങ്ങളിലൂടെ നിറയണമേ. കർത്താവേ, നിന്റെ ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ ബോധിക്കും പാവങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ പ്രത്യാശിക്കും എന്നെ പ്രിയപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എന്നോട് ദൈവമേ ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
കുർബാനയിലെ പ്രാർത്ഥനകൾ അധികവും ഒരുക്ക പ്രാർത്ഥനകളാണ്. അപ്പത്തിൻ്റെ രീതിയിലെ സാമീപ്യത്തിൽ ഈശോയെ സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുകയാണ്. ദിവ്യകാരുണ്യ സ്വീകരണം വെറും ഒരപ്പമല്ല നമ്മൾ സ്വീകരിക്കുന്നത്. ഒരപ്പം സ്വീകരിക്കാൻ കൈകൾ നീട്ടുകയോ നാമം നീട്ടുകയോ ചെയ്താൽ മതി. എന്നാൽ അപ്പത്തിനുമായിട്ട് ഈശോയെ സ്വീകരിക്കാൻ ഹൃദയം തുറക്കണം, ജീവിതം ക്രമപ്പെടുത്തണം. അപ്പോഴാണ് അത് ദിവ്യകാരുണ്യ സ്വീകരണമാകുന്നത്. എല്ലാ പാപങ്ങളെയും ഓർത്ത് മനസ്സിലാക്കാൻ, വിചാരത്താൽ വാക്കാൽ പ്രവൃത്തിയാൽ ഉപേക്ഷയാൽ അഹങ്കാരത്താൽ അശുദ്ധിയാൽ അസൂയാൽ എത്ര ശ്രമിച്ചിൽ ഉപേക്ഷിക്കാനാകാത്ത ജീവിത ബലഹീനതകളിലൊക്കെ ഈശോയെ സ്വീകരിക്കാൻ പറ്റുകയും എൻ്റെ ഹൃദയത്തെ പൂർണ്ണമായിട്ട് വിശദീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. അപരാധങ്ങൾ നീക്കണമേ, മഹോന്നതയുമായ സ്വർഗത്തിൽ വെച്ച് എല്ലാ വിശുദ്ധരോടൊപ്പം സ്തുതിക്കാൻ ഞങ്ങളുടെ അധരങ്ങളെ പ്രവർത്തീകരിക്കുകയും ചെയ്യുന്നത്. മുതലാമിരുന്നേറ്റം വിശു പഠിപ്പിച്ച മനോഹരമായ പ്രാർത്ഥന ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടുകൂടെ വാക്കുകളെ അർത്ഥം മനസ്സിലാക്കി ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനാണ്. നമ്മുടെ ജീവിതമായ ശോഷിക്കുന്നതിന് സമ്പൂർണ്ണമാകട്ടെ.
സ്നേഹത്തോടെ നമ്മുടെ വിശുദ്ധ ശേഷം നമ്മൾ ഹാളിലേക്ക് പോവുകയാണ്. നമ്മുടെ ഫൈനൽ സെഷൻ അച്ഛനുമായിട്ട് സംസാരിക്കുവാനും അച്ഛൻ്റെ ചിന്തകൾ നമ്മളോട് പങ്കുവയ്ക്കുന്ന അടുത്ത സെഷൻ നമ്മുടെ ഹാളിൽ ആരും പോകരുത്. എല്ലാവരും ഹാളിലേക്ക് പോകുന്നതിന് ശേഷം നമ്മുടെ താല്പര്യം ഉണ്ടായിരിക്കുന്നതാണ്. കഴിഞ്ഞ മാസത്തെ നമ്മുടെ കുർബാനയ്ക്ക് 224 രൂപയാണ്. ജൂലൈ മാസത്തിൽ നമ്മുടെ മാതൃകയുടെ നേതൃത്വത്തിൽ ഒരു ഫുഡ് ഫെസ്റ്റ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ജൂലൈ മാസം അവസാനം നമ്മുടെ നാട്ടിലെ തനതായ ഭക്ഷണ പദാർത്ഥങ്ങളായിരിക്കും നമുക്ക് വേണ്ടി ഒരുക്കുന്നവർ. അതിൻ്റെ കൃത്യമായ ഡേറ്റുകൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അറിയിക്കുന്നതായിരിക്കും. നമുക്ക് വിശുദ്ധമായിട്ട് ഇന്ന് പ്രത്യേകമായിട്ട് നന്ദി പറയേണ്ടത് നമ്മുടെ SMI യൂത്ത് അംഗങ്ങളെയാണ്. അവരാണ് ഇത് കുർബാനയ്ക്ക് വേണ്ടി എല്ലാം കോർഡിനേറ്റ് ചെയ്തത്. അവർക്ക് എത്രയും സ്നേഹത്തിൻ്റെ രാഷ്ട്രീയ സ്നേഹത്തോടെ നന്ദി പറയുന്നു. നമ്മുടെ നേതൃത്വം ഉണ്ടായിരുന്നു. അപ്പം ഈ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി 3-4 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുകയും അച്ഛനോടൊപ്പം പിടിച്ചു നിൽക്കുകയും ചെയ്ത നിങ്ങളുടെ കുറയുന്ന ആത്മാർത്ഥമായിട്ട് നന്ദി പറയുകയും ചെയ്യുന്നു. പറഞ്ഞതനുസരിച്ച് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നപ്പോൾ കുർബാന കഴിയുമ്പോൾ പാട്ട് പാടുമ്പോൾ മുന്നോട്ട് ഫോട്ടോ കാരണം അനുസരിച്ച് ഇവിടെ അടുത്ത കുർബാന ഓരോന്നാണ് നമ്മൾ ചെറുത്ത് വയ്ക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. പ്രദേശങ്ങളിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് പാട്ട് പാടുന്നത് അല്ലേ? കയ്യിൽ ഓറൽ സിംഗിങ് പോലെ ഒറ്റയ്ക്ക് പാടാൻ എളുപ്പമാണ്. ഇത്രയും പേര് ഒരുമിച്ച് പാടുമ്പോൾ ഭംഗിയായി പാടുന്നത് വലിയൊരു സമർപ്പണവും ത്യാഗമാണ്. ഒരു വയസ്സായിട്ടാണ് ഒറ്റയ്ക്കല്ല, എല്ലാവരും ഗ്രൂപ്പായിട്ട് പാടുന്നത്. എപ്പോഴും ഇങ്ങനെ പാടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. വളരെ ഹൃദയത്തിൽ തൊടുകൊണ്ട് നമ്മൾ പാടുന്നത്. അതിന് പോയിട്ട് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഓർക്കുകയാണ്. ജോയലിസ്റ്റ് നന്ദിയോടെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേൽക്കാം. പരിശുദ്ധമായ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ സ്തുതിയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. നമ്മുടെ ഈ ഒരു പ്രവാസകാലത്ത് നമ്മൾ മിനിസ്റ്ററി ചെയ്ത ഒരുപാട് പേരുടെ കാരുണ്യവും സ്നേഹമാണ്. ഇപ്പം എന്നെ ഇവിടെ കൊണ്ടുവന്നത് ജെയിംസായിട്ട് ചേച്ചി വന്നിട്ട് നമ്മൾ എന്നെ കൊണ്ടുവന്നത് ചേച്ചി വന്നു. അവർ എന്നെയാണ് വർഷങ്ങളായിട്ട് യുഎയിൽ വർക്ക് ചെയ്യുന്നവരാണ്. യുഎയുടെ ആ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ സഹായിക്കുന്ന കുടുംബമാണ്. പിതാവാച്ചാകുമ്പോൾ 2 മക്കളും അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പല കുടുംബങ്ങളാണ് ഞങ്ങൾ ചെല്ലുമ്പോഴൊക്കെ ഞങ്ങളെ സഹായിക്കുന്നത്. നിങ്ങൾ അവരോടൊപ്പമായിട്ട് മാറും. ഒരു കമ്മ്യൂണിറ്റിയോട് നടത്തുന്നില്ല. ഞങ്ങൾ അച്ഛന്മാരെയൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കൊരാളും മനസ്സിലേക്ക് തുറക്കില്ല. നിങ്ങളുടെ മനസ്സും സ്നേഹവും ഹൃദയവും വീടും ഒക്കെ ഞങ്ങൾക്ക് വേണ്ടി തുറക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ നടക്കുന്നത്. അതിനെല്ലാം നമുക്ക് നന്ദിയോടെ ഒരു നിമിഷം വയ്ക്കാം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. പലപ്പോഴും ദേവാലയത്തിൽ വെച്ച് വലിയ പാട്ടുപാടി ആഘോഷങ്ങൾ നമ്മൾ ഈശോയെ സ്വീകരിച്ചാൽ പെട്ടെന്ന് പള്ളിയിൽ നിന്ന് നമ്മൾ ഈശോയെ മറന്നു പോകാറുണ്ട്. അങ്ങനെ മറക്കരുത്. ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ തിരക്കുകൾക്കിടയിൽ നമ്മൾ ചിലപ്പോൾ ഈശോയെ മറക്കാം. അത് കുർബാന കഴിഞ്ഞാൽ ഈശോയെ ചോദിക്കുന്ന ഈശോയെ സുഖമാണ്, എൻ്റെ ഉള്ളിൽ വളർത്തുന്ന സുഖമാണ്, സന്തോഷമാണ്. വ്യക്തി എന്നതുപോലെ ഈശോ നമ്മളോട് ഐക്യപ്പെട്ടിരിക്കുന്നുണ്ട്. ആ ഈശോയെ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കണം. അത് ഒരു പ്രാർത്ഥനയാണ്, ഒരു വ്യക്തിയുമായ ഒരു ബന്ധമാണ് ആത്മീയത. അതൊരു പൂജയല്ല. അത് മറ്റുള്ളവരെ നന്മ ചെയ്യുന്നതാണ്, ത്യാഗമുള്ളതാണ്, സമർപ്പമുള്ളതാണ്. കണ്ണുകളെ ചുറ്റാൻ കൂട്ടി കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ കർത്താവിനെ
നമുക്ക് ആശീർവാദത്തിനായി കരവിളിക്കാം. Deo